ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NSPSയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജീവശാസ്ത്രത്തിലെ ജീവകങ്ങളും അവയുടെ രാസനാമവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങളെ കുറിച്ചും ഉള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ നാളത്തെ CPO എക്സാമിന് പോകുന്നവരെല്ലാവരും ഈ ക്ലാസ് കണ്ടിട്ടേ പോകാവുള്ളൂ. ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ജീവകങ്ങളും അവയുടെ രാസനാമവും. ജീവകങ്ങൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കാസിമർ ഫംഗ്. ടോട്ടലായിട്ട് 13 തരം വൈറ്റമിൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് രണ്ടായിട്ട് തിരിക്കുന്നു വൈറ്റമിൻസിനെ. ആദ്യത്തെ വൈറ്റമിൻസിനെയാണ് ഫാറ്റ് സോളിബിൾ എന്നും രണ്ടാമത്തത് വാട്ടർ സോളിബിൾ എന്നും പറയും. ഒന്നാമത്തത് ഫാറ്റ്, രണ്ടാമത്തെ വാട്ടർ സോളിബിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ADEK അടയ്ക്ക് കൊഴുപ്പ്, BC വാട്ടർ സോളിബിൾ. ഓക്കെ, ഇനി ബി കോംപ്ലക്സ് 8 തരത്തിലുണ്ട്. ബിയെ നമ്മൾ ബി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ബി കോംപ്ലക്സ് എത്ര? 8 എണ്ണം ഉണ്ട്. B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9, 10 ഇല്ല, 11 ഇല്ല, 12. ഏതൊക്കെയാ? 4 ഇല്ല, 8 ഇല്ല, 10, 11 ഇല്ല. B1, B2, B3, B5, B6, B7, B9, B12. അങ്ങനെ 8 എണ്ണം ഉണ്ട്. ടോട്ടലായിട്ട് 13 വൈറ്റമിൻസ് ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളെ കുറിച്ചും പഠിക്കാം. ഫസ്റ്റത്തെ ജീവകമാണ് ജീവകം A. ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. ഏതാണ്? റെറ്റിനോൾ. റെറ്റിനോൾ ആണ് ജീവകം എയുടെ രാസനാമം. അത് ഓർത്തിരിക്കാൻ വേണ്ടി കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ജീവകം എ. ഓക്കെ, കണ്ണിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണ്? റെറ്റിന. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. ജീവകം എ, റെറ്റിനോൾ. റെറ്റിന, റെറ്റിനോൾ, അങ്ങനെ ഓർത്തിരിക്കാം. ഇനി അടുത്തത് ജീവകം ഡി ആണ്. ജീവകം ഡി ഏതാണ്? കാൽസിഫെറോൾ. മറക്കരുത്, കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ ജീവകം ഡി. ജീവകം ഡി എന്താണ്? രാസനാമമാണ് കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. ജീവകം ഡി എല്ലിനും പല്ലിനും ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം ഡി എന്ന് പറഞ്ഞാൽ. എല്ലിനും പല്ലിനും എന്തും ആവശ്യമാണ്? കാൽസ്യം ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഓർക്കാം ജീവകം ഡി, കാൽസിഫെറോൾ. കാൽസ്യം, കാൽസിഫെറോൾ, അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. ഇനി ജീവകം ഇ ആണ്. ഇയുടെ രാസനാമമാണ് ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ. ഇത് വേണമെങ്കിൽ ഇട്ടോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഈ ടോക്കോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഇട്ടോക്കോഫിറോൾ. ഈ പറയുമ്പോൾ ടോക്കോ, ഈ ടോക്കോഫിറോൾ. ജീവകം ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ. ഇനി ജീവകം കെ. കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. അപ്പൊ ഇത് വേണമെങ്കിൽ കെ, നമുക്ക് ഒരു ഇതുപോലെ നോക്കാം. കെ വരുമ്പോൾ കില്ലോ, ഫില്ലോ, അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ജീവകം കെ, ഫില്ലോക്വിനോൺ. ഓക്കെ, ഇനി അടുത്തതാണ് B1. ബീറ്റ കോംപ്ലക്സ് ആയ B1, B2 കുറിച്ച് പറയാം. ജീവകം B1 ആണ് തയാമിൻ. ഏതാണ്? B1 തയാമിൻ ആണ്. B1ന്റെ രാസനാമം തയാമിൻ. B2ന്റെ രാസനാമം റൈബോഫ്ലാവിൻ. ഏതാണ്? റൈബോഫ്ലാവിൻ. 2 റൈബോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. 2 റൈബോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. റൈബോഫ്ലാവിൻ, 2 റൈബോ. അതുപോലെ വൈറ്റമിൻ ജി എന്നും അറിയപ്പെടും. എന്താണ്? വൈറ്റമിൻ ജി എന്നും അറിയപ്പെടും. ഓക്കെ, ജീവകം B3 ഏതാണ്? നിയാസിൻ. നിയാസിൻ ആണ് ജീവകം B3. അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പോലെ വരത്തില്ലേ? അപ്പൊ 3 വരുമ്പം നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ലെറ്റർ കിട്ടും നിയാസിൻ. കിട്ടും നിയാസിൻ എന്ന് ഓർത്തിരുന്നാൽ മതി. ജീവകം B3 നിയാസിൻ. ഇനി അതുപോലെ അടുത്തതാണ് ജീവകം B5. B5 ഏതാണ്? പാന്തോതെനിക് ആസിഡ്. പാന്തോതെനിക് ആസിഡ് ആണ് B5. ഇത് വേണമെങ്കിൽ നമുക്ക് 5 എന്ന് പറഞ്ഞ എന്താണ്? പെൻഡ എന്ന് പറയാം. 5നെ പെൻഡ എന്ന് പറയാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. പാന്തോ, പെൻഡ, ആദ്യത്തെ അക്ഷരം ഓർത്തിരിക്കാം. പാന്തോതെനിക് ആസിഡ് ആണ് B5 എന്ന് പറയുന്നത്. അടുത്തതാണ് ജീവകം B6. ഏതാണ്? B6 ആണ്. പിരിഡോക്സിൻ. ഏതാണ്? പിരിഡോക്സിൻ. ജീവകം B6 ഏതാണ്? പിരിഡോക്സിൻ. പിരിഡോക്സിൻ എന്ന് പറഞ്ഞാൽ 6ാമത്തെ പീരീഡ് ജീവശാസ്ത്രത്തിന്റെ ക്ലാസ് ആണ് എന്ന് ഓർത്തിരുന്നാൽ മതി. 6ാമത്തെ പീരീഡ് ജീവശാസ്ത്രത്തിന്റെ ക്ലാസ് ആണ്. അതുകൊണ്ട് B6 എന്നതിന്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ. ഇനി ജീവകം B7. എന്താണ് B7? ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H എന്നും അറിയപ്പെടും. ജീവകം B7ന്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ ആണ്. B7 എന്താണ്? ബയോട്ടിൻ. മറക്കരുത്, ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H. ഇനി ജീവകം B9ന്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ഏതാണ്? ജീവകം B9ന്റെ രാസനാമം ഏതാണ്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ്. ഇനി B12. ജീവകം B12 സൈനോകൊബാലമിൻ. ഏതാണ്? സൈനോകൊബാലമിൻ ആണ് ജീവകം B12ന്റെ രാസനാമമാണ് സൈനോകൊബാലമിൻ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. ജീവകം എ റെറ്റിനോൾ. റെറ്റിന, റെറ്റിനോൾ. അടുത്ത ജീവകം ഡി
കാൽസിഫറോൾ, കാൽസ്യം കാൽസിഫറോൾ, അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ജീവകം ഇ ടോക്കോ, ഇട്ടോ, ടോക്കോഫിറോൾ, ഈ ടോക്കോ, ടോക്കോഫിറോൾ എന്ന് ഓർത്തിരിക്കാം. ജീവകം കെ, കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ. ഏതാണ്? ഫില്ലോക്വിനോൺ. ഓക്കെ. ജീവകം B1 നാമം തയാമിൻ. ഏതാ? തയാമിൻ. മറക്കരുത്, തയാമിൻ ആണ് B1. ജീവകം B2 വരുമ്പം റൈബോഫ്ലാവിൻ. 2 റൈബോ, 2 റൈബോ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ജീവകം B2 റൈബോഫ്ലാവിൻ ആണ്. മറ്റൊരു പേരാണ് വൈറ്റമിൻ ജി. മറക്കരുത്, B2 ആകുമ്പോൾ വൈറ്റമിൻ ജി വരും. ജീവകം B3 ആകുമ്പം നിയാസിൻ. തിരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 പോലെ വരും. അതുകൊണ്ട് ജീവകം B3 നിയാസിൻ. ഫസ്റ്റ് ലെറ്റർ ഇട്ടും നിയാസിൻ. ജീവകം B5 ആണ് പാന്തോതെനിക് ആസിഡ്. ഏതാണ്? പാന്തോതെനിക് ആസിഡ്. പെൻഡന്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. ജീവകം B6 ആകുമ്പം പിരിഡോക്സിൻ. 6ാമത്തെ പീരീഡ് ജീവശാസ്ത്രമാണ്. ജീവകം B6 ആണ് പിരിഡോക്സിൻ. ഇനി അടുത്ത ജീവകം B7 ആണ് ബയോട്ടിൻ. ഏതാണ്? ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടും. ജീവകം B7 ബയോട്ടിൻ. ഇനി അടുത്ത ജീവകം B9 ആണ് ഫോളിക് ആസിഡ്. ഏതാണ്? ഫോളിക് ആസിഡ്. മറക്കരുത്, ഫോളിക് ആസിഡ്. ഇനി ജീവകം B12 ആണ് സൈനോകൊബാലമിൻ. ഏതാണ്? സൈനോകൊബാലമിൻ. ഇമ്പോർട്ടന്റ് ആണ് ജീവകം B12, സൈനോകൊബാലമിൻ. അപ്പൊ ഇതെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങളാണ്. കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ജീവകം A1. ഏതാണ്? ജീവകം A1ന്റെ അപര്യാപ്ത രോഗമാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാണ്. മാലക്കണ്ണ് പറഞ്ഞില്ലായിരുന്നു, നിശാന്തത എന്നാണ് പറഞ്ഞായിരുന്നു. അപ്പൊ ജീവകം A1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. നിശാന്തത എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ കാണാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് നിശാന്തത. ഇനി ജീവകം A2ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ഇന്നലെ പഠിച്ചതാണ്. ഡ്രൈ ഐസ് എന്നും മറ്റൊരു പേരാണ് ഡ്രൈ ഐസ് എന്ന്. ജീവകം A2ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അടുത്തത് ജീവകം B1. ജീവകം B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ B1ന്റെ അപര്യാപ്തത രോഗം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബെറിബറി. അല്ലെങ്കിൽ ബെറിബറി ഏതിന്റെ അപര്യാപ്തത രോഗമാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബെറിബറി എന്ന് പറയുമ്പോൾ ജീവകം B1 എന്ന് പറയണം. അപ്പം ബെറിബറി, ജീവകം B1 തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. ജീവകം B3 എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? പെല്ലഗ്ര. ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഏതാണ്? പെല്ലഗ്ര. ഓക്കെ, പെല്ലഗ്ര. ഇനി ജീവകം B9ന്റെ അപര്യാപ്തത രോഗം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ B9ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഏതാണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. മറക്കരുത്, മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ജീവകം B9ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പൊ ഒന്നുകൂടെ പറയാം. A1 മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത, A2 സിറോഫ്താൽമിയ, B1 ബെറിബറി, B3 പെല്ലഗ്ര, B9 മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി അടുത്തത് B12. ജീവകം B12ന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഇതാണ് പെർനീഷ്യസ് അനീമിയ ആണ്. ജീവകം B12ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. മറക്കരുത്. ജീവകം C ആകുമ്പം സ്കർവി. ഇനി D ആകുമ്പം റിക്കറ്റ്സ്. ജീവകം C സ്കർവി. ഓക്കെ. ഇനി അടുത്തത് ജീവകം D എന്താ? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു രോഗമുണ്ട്. ഓസ്റ്റിയോമലേഷ്യസ് എന്നും പഠിച്ചായിരുന്നു. ജീവകം D എന്ന് പറഞ്ഞാൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വേറൊരു രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. അപ്പം ജീവകം ഇയുടെ ആണ് വന്ധ്യത. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. അപ്പൊ നമുക്ക് ഇത്രയും ഒന്നും കൂടെ പറയാം. ജീവകം A1 മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. A2ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് സിറോഫ്താൽമിയ ആണ്. B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെറിബറി. ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് പെല്ലഗ്ര. ഇതാണ് പെല്ലഗ്ര. B9 ആകുമ്പം മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഇതാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. മറക്കരുത്. ജീവകം B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. ഇതാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം C ആകുമ്പം സ്കർവി. ഏതാണ്? സ്കർവി. ജീവകം D ആകുമ്പം റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ്. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഇതാണ് വന്ധ്യത. ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ഏതാണ്? ഹീമോഫീലിയ. ഇനി അടുത്തത് മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ്. ഇതാണ് ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് എന്ന് പറയുന്നു. ജീവകം
ജീവകമല്ല, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഹീമോഗ്ലോബിന്റെയും ഇരുമ്പിന്റെയും കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഹീമോഗ്ലോബിന്റെയും ഇരുമ്പിന്റെയും കുറവ് മൂലം, അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കും അനീമിയ എന്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഹീമോഗ്ലോബിൻ, ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയ. ഓക്കെ, ഇനി അടുത്തതാണ് മെലാനിൻ. മെലാനിന്റെ കുറവ് മൂലം, നമ്മുടെ ശരീരത്തിന് നിറം നൽകുന്ന ഒരു വസ്തുവാണ് മെലാനിൻ. ഈ മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബിനിസം എന്നറിയപ്പെടും. മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വെള്ളപ്പാണ്ട്. അപ്പൊ വെള്ളപ്പാണ്ട് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന? മെലാനിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ സൊമാറ്റോട്രോഫിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വാമനത്വം. അപ്പൊ സൊമാറ്റോട്രോഫിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വാമനത്വം. അതൊരു ഹോർമോൺ ആണ്. ഈ ഹോർമോണിന്റെ കുറവ് മൂലം ഏതാണ്? വാമനത്വം എന്നൊരു രോഗമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻസുലിൻ. എന്താണ് ഇൻസുലിൻ? ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് മെലിറ്റസ്. ഇങ്ങനെ ഇൻസുലിൻ ഉണ്ടായിട്ട് മെലിഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് മെലിറ്റസ്. ഓക്കെ, വാസോപ്രസിൻ. അടുത്തയാണ് വാസോപ്രസിൻ എന്ന ഹോർമോൺ. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ, ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഓക്കെ, തൈറോക്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. അതുപോലെ അയഡിന്റെ കുറവ് മൂലവും ഗോയിറ്റർ ഉണ്ടാവും. രണ്ടെണ്ണമാണ് ഗോയിറ്റർ. തൈറോക്സിന്റെയും അയഡിന്റെയും കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ജീവകം A1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. ജീവകം A2ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് സിറോഫ്താൽമിയ. ജീവകം B1ന്റെ കുറവ് മൂലം ബെറിബറി. B3യുടെ കുറവ് മൂലം പെല്ലഗ്ര. B9 ആകുമ്പം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. ജീവകം C സ്കർവി. ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് വന്ധ്യത. കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഹീമോഫീലിയ. ഇനി മാംസ്യത്തിന്റെ കുറവ് മൂലം ക്വാഷിയോർക്കറും മരാസ്മസ് എന്ന രോഗവും ഉണ്ടാകുന്നു. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലം അനീമിയ. മെലാനിന്റെ കുറവ് മൂലം വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബിനിസം. സൊമാറ്റോട്രോഫിന്റെ കുറവ് മൂലം വാമനത്വവും ഉണ്ടാകുന്നു. ഇനി ഇൻസുലിന്റെ കുറവ് മൂലം ഡയബറ്റിക് മെലിറ്റസ്. വാസോപ്രസിന്റെ കുറവ് മൂലം ഡയബറ്റിക് ഇൻസിപ്പിഡസ്. തൈറോക്സിന്റെ കുറവ് മൂലം ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലവും ഗോയിറ്റർ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാമിന് പോകുന്നവരും നന്നായി ക്ലാസ് കേട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ താങ്ക് യു ആൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഓക്കെ, താങ്ക് യു ആൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.